ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മംസ് ഡെയിലി. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സൂപ്പർ സ്പെഷ്യൽ ഐസ്ക്രീമിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഒരു കുൽഫിയുടെ പോലെയൊക്കെ ടേസ്റ്റ് തോന്നിക്കുന്ന ഒരു ഐസ്ക്രീമാണിത്. ഇത് നമ്മൾ ഉണ്ടാക്കുന്നത് നമ്മുടെ വീട്ടിലൊക്കെയുള്ള ഒരു പിടി അരി കൊണ്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. നമുക്ക് നോക്കാം എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിനകത്തോട്ട് ഒരു കപ്പോളമുള്ള ബസുമതി റൈസാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് പച്ചരിയൊക്കെ വേണമെങ്കിൽ എടുക്കാം കേട്ടോ. നിങ്ങളുടെ വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള റൈസ് ഏതാണോ, പൊന്നരി, അതൊക്കെ നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ എന്താണെങ്കിലും ഏത് കപ്പാണെങ്കിലും ഞാനിവിടെ ഒരു കപ്പിൻ്റെ അളവാണ് പറയാൻ പോകുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഈ അരി നന്നായിട്ട് കഴുകി വൃത്തിയാക്കി കൊണ്ടുവരണം. കഴുകി വൃത്തിയാക്കി വന്നിട്ടുണ്ട്. ഇതിലത്തെ വെള്ളമൊക്കെ വാലാനായിട്ട് ഞാനൊരു 5 മിനിറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു. വെള്ളമൊക്കെ വാർന്ന് വന്നിട്ടുണ്ട്. ഇപ്പം അത്യാവശ്യം ഡ്രൈ ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇത് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനായിട്ടൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിനകത്തോട്ട് 2 ടീസ്പൂണോളം ഉള്ള നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഈ നേരത്തെ വെള്ളമൊക്കെ വാർന്നിട്ടുള്ള ആ ഒരു അരി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഏകദേശം ഒരു 2 മിനിറ്റോളം ഒരു ലോ ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് ഇളക്കി കൊടുക്കണം. ഈ അരിയിലൊക്കെ ഈ നെയ്യൊക്കെ കയറി പിടിച്ച് നല്ലൊരു ഫ്ലേവറും നല്ലൊരു സ്മെല്ലും ഒക്കെ കിട്ടാനും കൂടെ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ എന്താണെങ്കിലും നമുക്ക് 2 മിനിറ്റ് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ അതിനുശേഷം നല്ലൊരു സ്മെല്ലൊക്കെ വരാൻ തുടങ്ങും. പ്രത്യേകിച്ച് ബസുമതി റൈസാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു സ്മെല്ലൊക്കെ, നല്ല നെയ്യിലൊക്കെ മൂത്തൊരു സ്മെല്ല് വരുന്ന ഒരു സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അതുപോലെ തന്നെ ഇതിൻ്റെ നിറമൊന്നും മാറേണ്ട കാര്യമില്ല. അരിയുടെ നിറം ഒരു ബ്രൗൺ കളർ അങ്ങനെയൊന്നും മാറേണ്ട. ഈ പറഞ്ഞ ഒരു 1-1.5 മിനിറ്റ് മാക്സിമം, അല്ലെങ്കിൽ ഒരു 2 മിനിറ്റ് മാക്സിമം, അത്രയും മതിയാവും. അപ്പോൾ എന്താണെങ്കിലും അത് കഴിയുമ്പോൾ നമുക്കൊന്ന് നോക്കാം. ഇപ്പോൾ ഇവിടെ റൈസൊക്കെ നല്ല സ്മെല്ലൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് ഞാനൊന്ന് എടുത്തൊന്ന് പ്രസ് ചെയ്യുമ്പോഴത്തേക്കും കണ്ടോ, ഇത് 2 ആയിട്ട് അങ്ങ് പൊട്ടിപ്പോകുന്നുണ്ട്. അതിനർത്ഥം നന്നായിട്ട് ഡ്രൈ ആയിട്ട്, നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ടെന്നാണ്, റോസ്റ്റ് ആയിട്ടുണ്ടെന്നാണ് ഇതിനർത്ഥം. അപ്പോൾ ഞാൻ എന്തായാലും ഫ്ലെയിം ഓഫ് ചെയ്തു. ഇനി നമുക്കിതൊരു പാത്രത്തിലോട്ടൊന്ന് മാറ്റി വെക്കുന്നുണ്ട്. അതിനുശേഷം നമുക്കിതൊന്ന് ചൂടാറണം. എന്നിട്ടാണ് നമ്മൾ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അത് ആ പാത്രത്തിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് അല്പം ചൂടാറി വന്നിട്ടുണ്ട്. ചെറിയൊരു ചൂടുണ്ട്. അത് ചെറിയ ചൂട് കുഴപ്പമൊന്നുമില്ല. ഒത്തിരി ചൂടാണെന്നുണ്ടെങ്കിൽ മിക്സിയിൽ അടിക്കാൻ നമുക്ക് ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് ഒന്നില്ലേ ചൂടാറുന്നത് വരെ വെയിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ചെറു ചൂടിലാണെങ്കിൽ നമുക്ക് അടിച്ചെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ചെറിയൊരു ചൂടൊക്കെ ഉണ്ട്. കയ്യിൽ പിടിക്കാവുന്ന തരത്തിലൊക്കെയുള്ള ചൂടേ ഉള്ളൂ. അപ്പോൾ ഞാനത് മിക്സിയുടെ ചെറിയ ജാറിനകത്താണ് പൊടിച്ചെടുക്കുന്നത്. അപ്പം ചെറിയ ജാർ തന്നെയാണ് ഏറ്റവും നല്ലത്. എങ്കിലാണ് ഒരുപോലെ തന്നെ എല്ലാം നന്നായിട്ട് പൊടിഞ്ഞ് വരത്തുള്ളൂ. അപ്പോൾ ഈ അരിയുടെ കൂടെ ഞാൻ കുറച്ച് 2 കാര്യങ്ങളും ചേർക്കുന്നുണ്ട്. ഒന്ന് അല്പം പിസ്ത ചേർക്കുന്നുണ്ട്. ഇതൊക്കെ തികച്ചും ഓപ്ഷണലാണ് കേട്ടോ. അതുപോലെ തന്നെ അല്പം ഒരു 1/2 കൈപ്പിടിയോളമുള്ള കശുവണ്ടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ കശുവണ്ടിയും അതുപോലെ തന്നെ പിസ്തേരൊക്കെ ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇത് രണ്ടും ഇല്ലാന്നുണ്ടെങ്കിൽ തീർത്തും ഇത് രണ്ടും അവോയ്ഡ് ചെയ്യാം. അരി മാത്രം പൊടിച്ചെടുത്താൽ മതി. അപ്പോൾ ഞാനിത് പൊടിച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം. ഇപ്പം ഇതൊരു അരി ഒത്തിരി അങ്ങനെ ഫൈൻ പോലെ പൗഡർ പോലെ പൊടിയൊന്നുമില്ല. പൊടിക്കേണ്ട കാര്യമില്ല. നമുക്ക് ചെറിയ ചെറിയ തരികളോട് കൂടെ തന്നെ കിട്ടുന്നതാണ് നല്ലത്. കാരണം നമ്മളിതൊരു കുൽഫിയുടെ പോലെയാണെന്ന് ഞാൻ പറഞ്ഞ പോലെ, കുൽഫിയുടെ ആ ഒരു തരിതരികളോടും ആ ഒരു ടേസ്റ്റിലുമാണ് നമ്മളിന്ന് ഈ ഒരു ഐസ്ക്രീം ഉണ്ടാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാനിതിനെ കാണിക്കാം. കണ്ടോ, ഈ ചെറുതായിട്ട് തരികൾ തന്നെ അതിനകത്ത് എടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ തന്നെയാണ് വേണ്ടിയതും. അപ്പോൾ ഈ ഒരു കാര്യം നമുക്കിവിടെ മാറ്റി വെക്കണം. അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നത് അതേ പാനിൽ തന്നെയാണ്. നമ്മൾ നേരത്തെ അരി വറുത്തിട്ടുള്ള അതേ പാനൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും ഞാനിവിടെ 1 ലിറ്ററോളം ഉള്ള പാലാണ് എടുത്തിരിക്കുന്നത്. ഇപ്പം ഞാൻ എടുത്തിരിക്കുന്നത് 1/2 ലിറ്ററിൻ്റെ മെഷറിംഗ് ബൗളാണ്, മെഷറിംഗ് കപ്പാണ്. അതിനകത്ത് 2 എണ്ണം, അതായത് 1 ലിറ്റർ പാലെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പാലൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് തിളച്ച് വരട്ടെ. ആ ഒരു സമയത്ത് ബാക്കിയുള്ള കാര്യങ്ങൾ ചേർക്കാം. അപ്പോൾ പാല് ഒക്കെ ചെറുതായിട്ട് ഇങ്ങനെ തിളച്ച് വരുന്ന ഒരു സമയമാണ്. സൈഡുകളിലൊക്കെ ഇങ്ങനെ തിളച്ച് വരുന്നുണ്ട്. ഈ ഒരു സമയത്ത് നമ്മൾ മിക്സിയിൽ പൊടിച്ച് വെച്ചിരിക്കുന്ന അരിയുടെയും അതുപോലെ കശുവണ്ടി പിസ്തയുടെ ഒക്കെ ആ ഒരു മിക്സ് ഇതിനകത്ത് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ഫ്ലെയിം ലോയിൽ ഇടാൻ ശ്രദ്ധിക്കണം. അതിനുശേഷമാണ് ഇത് നമ്മൾ ഈ ഒരു മിക്സ്ചർ ഇട്ട് കൊടുക്കേണ്ടത്. ഇനി അതിനുശേഷം നമുക്കിത് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കിക്കൊണ്ടേയിരിക്കണം. നമ്മളിത് ഇടുന്ന വഴിക്ക് തന്നെ ഇച്ചിരി കട്ടയായിട്ടാണ് എടുക്കുക. അത് കുഴപ്പമില്ല. കാരണം എന്താണെങ്കിലും നമ്മളിത് ലാസ്റ്റ് മിക്സിയിൽ അടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ പറ്റുന്നത് പോലെ ഇതിൻ്റെ കട്ടകളൊക്കെ ഒന്ന് നമ്മൾ ഇളക്കുന്ന കയ്യിൽ വെച്ച് ഒന്ന് ഉടച്ച് കൊടുക്കാം. അപ്പോൾ എന്താണെങ്കിലും ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്.
ഇതിപ്പോൾ കൈവിടാതെ തന്നെ ഇളക്കി കൊടുക്കുക. ചിലപ്പോൾ ഇത് പെട്ടെന്ന് അങ്ങ് തിക്കായി പോവും, കാരണം ഇതിനകത്ത് നമ്മൾ അരിയാണ് ചേർത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ആ ഒരു അതുപോലെ തന്നെ ഈ സൈഡിലൊക്കെ ഇങ്ങനെ പറ്റി പിടിച്ചിരിക്കുന്ന പോലത്തെയുള്ള പാടകൾ അതും നന്നായിട്ട് തന്നെ വടിച്ച് ഇതിനകത്തോട്ട് തന്നെ ഇട്ട് കൊടുക്കണം കേട്ടോ, കാരണം അതൊക്കെ പാലിൻ്റെ ഫാറ്റ് എന്താ പറയുക കൊഴുപ്പാണ്. പിന്നെ ഈ ഒരു ഐസ്ക്രീമൊക്കെ ഉണ്ടാക്കുന്നത് എപ്പോഴും നല്ല ഫാറ്റ് മിൽക്കിലാണ് എപ്പോഴും നമ്മൾ ഐസ്ക്രീം ഉണ്ടാക്കുക. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ചോദിച്ച് തന്നെ മേടിക്കുക. ഇപ്പോൾ നമ്മളൊരു പാൽ മേടിക്കുന്ന അവിടെ പോകുമ്പം ഫാറ്റ് മിൽക്ക് എന്ന് പറഞ്ഞിട്ടുള്ളത് മേടിക്കാൻ നോക്കുക. അപ്പോൾ ഇത് അത്യാവശ്യമൊക്കെ കുറുകി വരാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമ്മുടെ ആവശ്യത്തിനനുസരിച്ചുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ 4 ടേബിൾ സ്പൂണോളമുള്ള പഞ്ചസാരയാണ് ചേർത്തിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനൊക്കെ കൂട്ടും കുറയ്ക്കൊക്കെ ചെയ്യാം. ഞാൻ ഐസ്ക്രീമിനൊക്കെ മുന്നേ പഞ്ചസാരയുടെ അളവൊക്കെ പറയുമ്പോൾ എന്നോട് കമൻറ്റ് ചിലവർ പറയാറുണ്ട് പഞ്ചസാര കൂടിപ്പോയി അല്ലെങ്കിൽ കുറഞ്ഞു പോയി എന്നൊക്കെ. അപ്പോൾ അത് ഞാൻ ഇപ്പോഴും പറയുന്നത് പോലെ അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചാണ് ചേർക്കുക. ഞാനിപ്പോൾ ഇവിടുത്തെ ഒരു കണക്കിനനുസരിച്ചാണ് ചേർത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ഇതിനകത്തൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 3 നുള്ളോളം ഉള്ള മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആ മഞ്ഞൾപ്പൊടിയിലോട്ട് ഞാൻ ആ പാത്രത്തിൽ നിന്ന് തന്നെയാണ് അല്പം പാല് അല്ലെങ്കിൽ കുറുക്കി വെച്ചിട്ടുള്ളത് ഞാൻ ഇതിനകത്തും കൂടെ ഈ മഞ്ഞൾപ്പൊടിയിൽ ചേർത്ത് നന്നായിട്ട് സ്പൂൺ വെച്ചിട്ട് മിക്സ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് അതും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇളക്കി കൊടുക്കാം. ഇത് തികച്ചും ഓപ്ഷണലാണ്. ഇത് ഒരു നിറമൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം ഞാൻ ചെയ്തേ ഉള്ളൂ. അല്ലാതെ നമ്മളൊരു ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഒരു കളർ മേടിച്ച് ആഡ് ചെയ്യുന്നതിനേക്കാളും എപ്പോഴും നമ്മുടെ വീട്ടിലുള്ള ഇതുപോലത്തെ കളറുകൾ ചേർക്കുന്നതാണ് ഏറ്റവും നല്ലത്. പിന്നെ മഞ്ഞൾപ്പൊടി ചേർത്തത് കൊണ്ട് മഞ്ഞൾപ്പൊടിയുടെ രുചി ഉണ്ടാവുമോ, അതിൻ്റെ ഒരു ഫ്ലേവർ കിട്ടുമെന്നൊന്നും ആരും പേടിക്കേണ്ട. അതിനകത്ത് മഞ്ഞൾപ്പൊടി ഉണ്ടെന്ന് പോലും നമുക്ക് തോന്നത്തില്ല. അത്രയും നല്ലൊരു ടേസ്റ്റ് കൂടുതലാണ് കിട്ടുക. അതായത് മഞ്ഞൾപ്പൊടിയുടെ ടേസ്റ്റ് അല്ലാതെ തന്നെ നല്ലൊരു പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സ്വാദം ഉണ്ടാവും അതിനകത്ത്. അത് മഞ്ഞൾപ്പൊടി ചേർത്തത് കൊണ്ടാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം ഇതിനകത്ത് വേറെ ഒരു എസൻസോ അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഞാൻ ചേർക്കുന്നില്ല. ഇനിയിപ്പോൾ നിങ്ങൾക്ക് മഞ്ഞൾപ്പൊടി വേണ്ടാന്നുണ്ടെങ്കിൽ വേണ്ട, അതിന് പകരം വെനില എസൻസ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ വെനില എസൻസ് ചേർത്ത് കൊടുക്കാം. അല്ലെങ്കിൽ ഏലക്കയാണെങ്കിലും ഏലക്കയുടെ ഒരു കുരു ഒന്ന് പൊടിച്ചിട്ട് ഒന്ന് ചേർത്ത് കൊടുത്തെന്നാലും നല്ലതാണ്. അപ്പോൾ ഞാൻ നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് കുറുകി വരണം. ഇതിപ്പോൾ അത്യാവശ്യം കുറുകിയൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതുപോലെ വലിയ തളകളൊക്കെ തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാണ്. അതുപോലെ തന്നെ ഞാനിത് കൗണ്ടർ ടോപ്പിനകത്തോട്ട് മേലെ മാറ്റി വയ്ക്കുന്നുണ്ട്. അപ്പോൾ കൗണ്ടർ ടോപ്പിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ ഒരു ചൂട് മാറുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കാൻ മറക്കരുത്. ഞാൻ ഇതിനിടയ്ക്ക് വേറെ പല കാര്യങ്ങൾക്ക് പോയതുകൊണ്ട് എനിക്ക് ഒത്തിരി നേരം ഇളക്കാൻ പറ്റിയില്ല, ഇടയ്ക്കിടയ്ക്ക് ഇളക്കാൻ പറ്റിയില്ല. അപ്പോൾ അതുകൊണ്ട് ഇളക്കാതെ ആവുമ്പോഴത്തേക്കും എങ്ങനെയാവും ഇരിക്കുക എന്നുള്ളത് ഞാനിപ്പോൾ കാണിക്കാം. അപ്പോൾ എനിക്ക് പറ്റിയ പോലെ നിങ്ങൾക്ക് പറ്റരുത്. വേറെ കുഴപ്പമൊന്നുമില്ല, നമുക്ക് മിക്സിയിൽ ഇച്ചിരി സമയം എടുക്കും അത് അടിച്ച് വരാനായിട്ട്, അത്രയേ ഉള്ളൂ. കാരണം ഇത് ഭയങ്കര കട്ടിയാവാൻ തുടങ്ങും. അപ്പോൾ ഞാൻ കാണിക്കാം. ഇപ്പോൾ ഒരു ചൂടൊക്കെ ആറി വന്നിട്ടുണ്ട്, കണ്ടോ? ഞാൻ അങ്ങനെ ഇടയ്ക്ക് ഇളക്കി കൊടുക്കാതിരുന്നത് കൊണ്ട് അതിങ്ങനെ കട്ടിയായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇതൊരു മിക്സിയുടെ ജാറിനകത്ത് അടിച്ചെടുക്കുക എന്നുള്ളതാണ്. നല്ല ക്രീമി ആയിട്ട് കിട്ടുന്നത് വരെ നമുക്കൊന്ന് അടിച്ചെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാൻ മിക്സിയുടെ ഒരു ജാർ എടുത്തിട്ടുണ്ട്. അതിനകത്തോട്ട് നമ്മൾ ചൂടാക്കാറിയിട്ടുള്ള ഈ ഒരു മിക്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കത് മിക്സിയിൽ ഒന്ന് അടിച്ചെടുക്കണം. ഇനി അടിച്ചെടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഒത്തിരി എന്താ പറയുക പാലിൻ്റെ ഒരു കുറവ് തോന്നുവാണ്, അല്ലെങ്കിൽ ഒത്തിരി ക്രീമി ആവുന്നില്ല എന്ന് തോന്നും. ആദ്യമൊക്കെ അങ്ങനെ തോന്നും, കാരണം ഇതൊത്തിരി കട്ടിയായിട്ടല്ലേ ഇരിക്കുന്നത്. അപ്പോൾ നമുക്കൊരു സംശയം തോന്നാം. പക്ഷേ ഒരു തുള്ളി പോലും പാൽ ഒഴിച്ച് കൊടുത്തേക്കണ്ട, അത് നന്നായിട്ട് തന്നെ അടിക്കണം. അത് ഒരു ഹൈ സ്പീഡിലും അതിൻ്റെ അതായത് 2-ലും 3-ലൊക്കെ ഇട്ടിട്ട് മാറി ഇട്ടിട്ടൊന്ന് അടിച്ചെടുത്താൽ മതി. അപ്പോൾ നമ്മുടെ നല്ല ക്രീമി ആയിട്ടുള്ള ഐസ്ക്രീം ഇവിടെ റെഡിയാണ്. ഇതിനകത്ത് നമ്മൾ അരി കൊണ്ടാണ് ഉണ്ടാക്കിയതെന്ന് ഒട്ടും തന്നെ പറയത്തില്ല. നിങ്ങളെല്ലാവരും ഒരു പ്രാവശ്യം ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഞാൻ എന്തായാലും ഇതൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. എന്നിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കുന്നുണ്ട്. കണ്ടില്ല, അത്രയും ക്രീമിയാണ് ഇതായിട്ടിരിക്കുന്നത്. അപ്പോൾ ഇനി ഇത് രണ്ടാമത്തെ തവണ അടിക്കൊന്നും വേണ്ട, ഇത്രയും മാത്രം ചെയ്താൽ മതി. ഇനി നമുക്കിത് ഫ്രീസറിനകത്തോട്ടൊന്ന് ഫ്രീസ് ചെയ്യാൻ വെക്കണം. അപ്പോൾ അതിന് മുന്നേ ഇതുപോലത്തെ ഒരു ഫിലിം പേപ്പർ ഇട്ടിട്ടൊന്ന് മൂടി വെക്കുന്നുണ്ട്. അത് ഞാൻ എല്ലാ വീഡിയോയിലും, അതായത് ഐസ്ക്രീമിൻ്റെ വീഡിയോസിലൊക്കെ ഞാൻ പറയാറുണ്ട്. അങ്ങനെ ചെയ്യണമെന്ന് നിർബന്ധമില്ല, പക്ഷെ ചെയ്താൽ നല്ലതാണ്. കാരണം നമ്മൾ ഫ്രീസറിനകത്ത് വെക്കുമ്പോഴത്തേക്കും ഐസിൻ്റെ ചില ക്രിസ്റ്റൽസ് ഒക്കെ ഇതിൻ്റെ മേലൊക്കെ വന്ന് വീണ് കിടക്കും. അപ്പം അത് എങ്ങനെ നമ്മൾ അടച്ചെന്നാലും അത് എവിടെ നിന്നൊക്കെയോ വരും. അപ്പോൾ അതുകൊണ്ട് ആ ഐസ് ക്രിസ്റ്റൽസ് ഈ ഒരു കവർ നമ്മൾ ഇട്ടില്ല എന്നുണ്ടെങ്കിൽ ഐസ്ക്രീമിൻ്റെ മേലെങ്ങനെ കിടക്കും, വെള്ളം പോലെ. അപ്പോൾ അതുകൊണ്ട് അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ഫിലിം പേപ്പർ വെക്കാൻ പറഞ്ഞത്.
ഇനിയിപ്പോൾ ഇല്ലയെന്ന് ഓർത്ത് ആരും വിഷമിക്കേണ്ട, നല്ല ടൈറ്റായിട്ടൊന്ന് അടച്ചു വെച്ചാലും മതി. അപ്പോൾ ഞാൻ എന്താണെങ്കിലും ഇത് ഫ്രീസറിൽ ഒന്ന് എടുത്ത് വെക്കുന്നുണ്ട്. ഇത് ഇങ്ങനെ തന്നെ കഴിക്കാൻ നല്ല രുചിയാണ് കേട്ടോ. ഇനിയിപ്പോൾ ഇങ്ങനെ കഴിക്കണം എന്നുള്ളവർക്ക് അങ്ങനെ ആവാം. ഇനിയിപ്പോൾ ഫ്രീസറിൽ വെച്ചിട്ടാണെങ്കിൽ അങ്ങനെ. ഞാനിപ്പോൾ ഇവിടെ ഒരു 4 മണിക്കൂറോളം ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഒത്തിരി നേരം ഫ്രീസറിൽ വെച്ചങ്ങ് എന്താ പറയുക ഭയങ്കര കട്ടിയാക്കി എടുക്കുന്നില്ല, എനിക്ക് ആർക്കും കഴിക്കാനും പറ്റില്ല. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് ഞാനൊരു 4 മണിക്കൂറാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്കൊന്ന് തുറന്ന് നോക്കാം. നല്ല നല്ല അടിപൊളിയായിട്ടിരിക്കുന്നുണ്ട് നമ്മുടെ ഐസ്ക്രീം. അപ്പോൾ ഇത് ഒത്തിരി ഹാർഡാക്കാതിരിക്കുന്നതാണ് നല്ലത്. നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു തണുപ്പിൽ ചിലപ്പോൾ അത് 6 മണിക്കൂറോ 7 മണിക്കൂറോ അങ്ങനെയാവാം കേട്ടോ, ഓരോ ഫ്രിഡ്ജിൻ്റെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഞാനിപ്പോൾ ഇവിടെ ഒരു 4 മണിക്കൂറാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. ഇനി നമുക്കിതൊന്ന് സ്കൂപ്പർ വെച്ചിട്ടൊന്ന് സ്കൂപ്പ് ചെയ്ത് ഒരു ബൗളിനകത്തോട്ടൊന്ന് മാറ്റിയെടുക്കാം. നമ്മുടെ കുൽഫി ടേസ്റ്റിൽ ഒരു സൂപ്പർ ഐസ്ക്രീം. അത് നമ്മുടെ വീട്ടിലൊക്കെ എപ്പോഴും ഉണ്ടാകുന്ന ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് നമ്മളിത് ഉണ്ടാക്കിയിട്ടുള്ളത്. ഞാൻ ഇതിൻ്റെ മേലെ ഒരു ചെറിയും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡ്രൈ ഫ്രൂട്ട്സ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ, ഡ്രൈ നട്ട്സ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അതാണെന്നുണ്ടെങ്കിൽ ഇട്ടൊക്കെ കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ചെറിയൊരു ഭംഗിക്ക് വെച്ചെന്നേ ഉള്ളൂ. പിന്നെ ഞാൻ മഞ്ഞൾപ്പൊടിയൊക്കെ എപ്പോഴും നമ്മുടെ വീട്ടിലുള്ളതാണ്. അപ്പോൾ 2-3 മഞ്ഞൾപ്പൊടി ഇച്ചിരി പാലിൽ കലക്കിയിട്ടൊന്ന് ഒഴിച്ചു കൊടുത്തെന്നാലും നല്ലൊരു കളർ നമുക്ക് കിട്ടും. ഇതിന് വേണ്ടി പ്രത്യേകിച്ച് എസൻസോ അല്ലെങ്കിൽ ഇതിന് വേണ്ടി പ്രത്യേകം ഫ്രൂട്ടോ ഒന്നും ചേർക്കണ്ട, അല്ലാതെ തന്നെ നല്ല സൂപ്പർ ഐസ്ക്രീം നമുക്ക് റെഡിയാക്കാൻ പറ്റും. എല്ലാവരും ഈ കുൽഫി ടേസ്റ്റുള്ള ഐസ്ക്രീം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അതോടൊപ്പം തന്നെ നമ്മുടെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം. അൻറ്റിൽ ദെൻ ബൈ.